തിരക്കഥകർത്ത് വിനു കിരിയത്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വിനു കിരിയത്ത്, ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് പാസിയും ഹാജരായി ചോദ്യം ചെയ്യലിന് മുന്നിൽ ഇരിക്കുന്നു. ഒരു വശത്ത്, മറുവശത്ത് സംവിധായകർ ആയിട്ടുള്ള അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനെയും ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്നു പറയുന്നു. സമീർ താഹിറിന് നോട്ടീസ് നൽകും എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നു. പലതരത്തിൽ ഇത് കണക്റ്റായി കിടക്കുന്നു സിനിമയുടെ പല വിഭാഗവുമായിട്ട്. അത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ തവണത്തെയും അല്ലെങ്കിൽ പല തവണത്തെയും അന്വേഷണങ്ങൾ പോലെ ഇതങ്ങ് കെട്ടടങ്ങും എന്ന് സിനിമാ ഇൻഡസ്ട്രി കരുതുന്നുണ്ടോ, അതോ വലിയ ചിലരൊക്കെ കുടുങ്ങാൻ ബാക്കിയുണ്ട് എന്നുള്ള സൂചനകൾ ഇതിലുണ്ടോ? ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് സിനിമാ മേഖല മാത്രമുള്ള ഒരു ചെയിനല്ല, ഇതൊരു വലിയ ചെയിനാണ്. അത് കുറെ സിനിമാക്കാർ കാണും, അടുത്ത ചെയിന്റെ കണ്ടിന്യൂഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർ കാണും, പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ സ്റ്റുഡൻസ് കാണും. ഇതൊരു വലിയ മാഫിയ തന്നെയാണ്. ഇത് കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യുന്നുണ്ട്, ഒരു മോഡലിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ സത്യമായിട്ടും അവരിൽ നിന്ന് കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന്. അതുകൊണ്ട് അത് സിനിമാക്കാർക്ക് മാത്രം ഇപ്പോൾ അവർ സെലിബ്രിറ്റീസ് ആയിട്ട് നമ്മൾ എപ്പോഴും അത് മാത്രം ചർച്ച ചെയ്യപ്പെടുന്നു. അതല്ല ചെയ്യേണ്ടത്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ, ഇവിടുത്തെ ഈ പറയുന്ന തിരുവനന്തപുരമായാലും എറണാകുളമായാലും ഈ പാർക്കുകൾ പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇനി പെട്ടെന്ന് കയറി റെയ്ഡൊക്കെ ചെയ്ത് ഇവരിൽ നിന്നൊക്കെ പിടിക്കാത്ത പക്ഷം ഇത് നാടിന് ഭയങ്കര വിപത്തായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് ഇതിന്റെ കണ്ണികളെ, അതായത് ഈ വലിക്കുന്നവരെക്കാൾ ഇത് വിൽക്കുന്നവരെ പിടിച്ചാൽ മാത്രമല്ലേ നിൽക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പിന്നാലെയും പോണം. ബാക്കി എല്ലാവരെയും ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ചോദ്യം ചെയ്ത് അവർ കുറ്റക്കാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സംഘടനകൾ, ശ്രീ വിനു കിരിയത്ത്, മറ്റുള്ള മേഖലകളിലും സിനിമാ മേഖലകളിലും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ വലിയ ഒരു പണത്തിന്റെ ഒഴുക്ക് നടക്കുന്നു. അതുകൊണ്ട് ഒരു സിനിമ ഷൂട്ടിങ്ങിനകത്ത് അല്ലെങ്കിൽ ആ സെറ്റിനകത്ത് ഏത് തരത്തിലാണ് ഇതിന്റെ ക്രയവിക്രയം നടക്കുന്നത്, ഒരു ട്രാഫിക്കിംഗ് ഏത് തരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് ഒരു പക്ഷേ നിയമ സംവിധാനത്തിന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മറ്റേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ പിടിച്ചെടുക്കുന്നത് പോലെയുള്ള എളുപ്പമല്ല സിനിമാ മേഖലയിൽ. ഇത് എത്രത്തോളം റൂട്ടഡ് ആയിട്ടുണ്ട് എന്നറിയാൻ അത് ഒരു വലിയ ചലഞ്ചാണ് അന്വേഷണ സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മറ്റെല്ലാ ഇൻഡസ്ട്രിയിലും പോലെ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നത് ഒരേപോലെ ഏത് തരത്തിൽ കാണാൻ കഴിയും? സിനിമാ മേഖലയിൽ പിടിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് വിചാരിക്കുന്നിടത്താണ് ഏറ്റവും വലിയ തെറ്റ്. ഇവിടെ സമത്വമാണ്, അവിടെ സിനിമാക്കാരന് കൊമ്പൊന്നുമില്ല. ഒരു നാടിന് വിപത്ത് വരുമ്പോൾ അത് തീർച്ചയായിട്ടും പോലീസ് സിനിമാക്കാരനാണോ സർക്കാർ ഉദ്യോഗസ്ഥനാണോ അങ്ങനൊന്നും നോക്കരുത്, കയറി അങ്ങ് പിടിക്കണം. കാരണം എന്ന് വെച്ചാല് ഇത് നാണക്കേട് സിനിമയ്ക്കാണ്. ആ സിനിമയ്ക്കുള്ളിൽ കയറുന്നതിന് നമ്മുടെ സിനിമാ മേഖല തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ റെയ്ഡ് ചെയ്തോളൂ, നിങ്ങൾ പിടിച്ചോളൂ. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് തീർച്ചയായിട്ടും അന്വേഷണം, കേരളം ഒട്ടുക്കുള്ള ഫ്ളാറ്റുകളിൽ ഇടയ്ക്ക് റെയ്ഡ് നടത്തിക്കൊണ്ട് ഒരു കുഴപ്പമില്ല, ചെയ്യണം. വീടുകൾ തോറും ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ഇത്തരക്കാർ സംശയക്കാരുടെ വീടുകളിലൊന്നും കയറുന്നതിനകത്ത് യാതൊരു ഇതും വേണ്ട. സിനിമ ലൊക്കേഷനിൽ വന്നോളാൻ നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞല്ലോ, നിങ്ങൾ സിനിമ ലൊക്കേഷനിൽ വന്നോളൂ, കാരവാൻ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സിനിമാക്കാരെ എന്താ ഇവരെന്താ ഭയക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒന്നുമില്ല. ഇനി ആരില്ലെങ്കിലും സിനിമ തുടർന്നുകൊണ്ടിരിക്കും. എക്കാലവും എല്ലാവരും സിനിമയിൽ അങ്ങനെ ഉറച്ചിപ്പോ നസീർ സാറിന് ശേഷവും സിനിമയില്ലേ, സത്യൻ മാസ്റ്ററിന് ശേഷവും സിനിമയില്ലേ. അതുകൊണ്ട് ഇവരൊക്കെ മസ്റ്റാണെന്ന് വിചാരിക്കുന്നിടത്താണ് തെറ്റ് സിനിമാക്കാരുടെ സംഘടന. ഒപ്പം പോലീസ് സിനിമാക്കാർക്ക് എന്തോ പ്രത്യേകത എന്ന് വിചാരിക്കേണ്ട, അവരെയും ഏത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.